നമസ്കാരം. എൻ്റെ പുസ്തക കൂമ്പാരത്തിൽ സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ ഏതിലെങ്കിലും വിജയ മൂവീസ് ബാബു സേവ്യറുടെ ഫോട്ടോ ദൂരെ നിൽക്കുന്നതെങ്കിലും ഉണ്ടോ എന്ന് തപ്പുകയായിരുന്നു ഞാൻ. ഈ സമയത്തിനൊരു കാര്യം തപ്പിയാൽ കിട്ടില്ല. അതാണ് എൻ്റെ പുസ്തക ശേഖരത്തിൻ്റെ കുത്തഴിഞ്ഞ അടുക്കി വച്ചിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ കാണും ബാബു സേവ്യറുടെ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കല്ലു ഡെന്നീസിനെ കുറിച്ചായിരുന്നല്ലോ, അതിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ തപ്പിയത്. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ 11 വർഷം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ക്ഷണക്കത്ത് എൻ്റെ കയ്യിൽ വന്ന് ചാടി. 11 വർഷം മുമ്പ് 2014 മംഗളം പ്രസിദ്ധീകരണങ്ങളുടെ അസോസിയേറ്റ് എഡിറ്ററും ചീഫ് എക്സിക്യൂട്ടീവുമായിരുന്ന അജന്താലയം അജിത് കുമാർ എന്ന പേരിൽ തുടങ്ങി അജിത് കുമാറായി മാറിയ, ഇപ്പോൾ 65ാമത്തെ വയസ്സിലും ഊർജ്ജസ്വലനായി 24/7 മലയാളം എന്ന ചാനലിൻ്റെ, വാർത്താ ചാനലിൻ്റെ CEO ആയി പ്രവർത്തിക്കുന്ന സീനിയർ പത്രപ്രവർത്തകൻ 2007 മുതൽ ദൂരദർശനിൽ തുറന്ന മനസ്സോടെ എന്ന ടൈറ്റിലിൽ പലപ്പോഴും വിവാദത്തിന് തിരികൊളുത്താവുന്ന സമൂഹത്തിൽ പ്രശസ്തരായ പലരെയും അഭിമുഖം നടത്തുന്ന ഒരു പ്രോഗ്രാം വന്നു, തുറന്ന മനസ്സോടെ. അപ്പോൾ അറിയാലോ, തുറന്നാൽ മനസ്സ് തുറന്നാൽ എന്താവുമെന്ന്. നിരവധി പേരെ അജിത് കുമാർ എന്ന അജന്താലയം അജിത് കുമാർ അഭിമുഖം നടത്തി. അതിൽ പൃഥ്വിരാജിനോട് അഭിമുഖം നടത്തുന്നതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചു, മദ്യപിക്കുമോ? പൃഥ്വിരാജല്ലേ അയാൾ തുറന്നു പറഞ്ഞു, പിന്നെ ഞാൻ മദ്യപിക്കും. സത്യസന്ധമായിട്ട് അയാൾ പറഞ്ഞു, ഞാൻ മദ്യപിക്കും. ദൂരദർശൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ ചോദ്യം മാത്രമേ ദൂരദർശൻ കട്ട് ചെയ്ത് കളഞ്ഞുള്ളൂ. വ്യൂവർഷിപ്പ് കൂടിയ പ്രോഗ്രാമായിരുന്നു ദൂരദർശനിൽ തുറന്ന മനസ്സോടെ. പലരോടും ചോദിക്കാൻ വൈമനസ്യം തോന്നുന്ന ചോദ്യങ്ങളായിരുന്നു തുറന്ന മനസ്സിൽ അജന്താലയം ചോദിച്ചത്. ആലപ്പുഴ ജില്ലയിൽ നൂറനാട് അജന്താലയം വീട്ടിലാണ് അജിത് കുമാറിൻ്റെ ജനനം. സഹോദരിയുടെ പേര് അജന്ത എന്നായിരുന്നു. അതാണ് വീട്ടുപേരായി മാറിയത്, അജന്താലയം. അച്ഛൻ ജി രാഘവൻപിള്ള, അമ്മ കെ ശാന്തമ്മ. ലീന റാണിയാണ് ഭാര്യ. അശ്വിൻ, അഞ്ജലി എന്നിവർ മക്കളും. അജിത് കുമാർ തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്ന കാലത്ത് നൂറനാട്ടുകാർക്ക് തലസ്ഥാനത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അജിക്കുട്ടനെ വിളിച്ചു പറയും. നാട്ടുകാരെല്ലാവരും അജിക്കുട്ട എന്നാണ് അജിത് കുമാറിനെ വിളിക്കുന്നത്. ഈ വിളിച്ചു പറയുന്നതിൽ പലതും ആശുപത്രി കേസുകളായിരിക്കും. വിളിച്ചു പറയല്ല, പോസ്റ്റ് കാർഡിൽ എഴുതിയിടുകയാണ് ചെയ്യുന്നത്. അജിക്കുട്ട, 4-ാം തീയതി രാവിലെ 8 മണിക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ വരും. നമുക്ക് RCCയിൽ പോകണം. അജിക്കുട്ട, 16-ാം തീയതി മെഡിക്കൽ കോളേജിൽ പോകണം നമുക്ക് എന്നൊക്കെ ആയിരിക്കും ഈ കാർഡിലൂടെ, പോസ്റ്റ് കാർഡിലൂടെ അറിയിക്കുന്നത്. അജിത് കുമാർ കൃത്യസമയത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്ന് കാത്തുനിന്ന് വന്നവരുമായി പോകേണ്ടിടത്തൊക്കെ പോകും. പിന്നെ അതല്ല, കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവരെ ബസ് കയറ്റി വിടും. ഇങ്ങനെ ഒരു നാൾ ഒരു കത്ത് വന്നു, 7-ാം തീയതി രാവിലെ വരണേ, നമുക്കൊന്ന് ഊളംപാറ വരെ പോകാം അല്ലേ? ഊളംപാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കോഴിക്കോട്ടെ കുതിരവട്ടം പോലെ തന്നെ മാനസിക അസ്വാസ്ഥ്യമുള്ളവരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ്. നാടൻ ഭാഷ പറഞ്ഞ പ്രാന്തന്മാരുടെ ആശുപത്രി. മെൻ്റൽ സാനിറ്റോറിയം എന്നായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് മെൻ്റൽ ആശുപത്രിയായി മാറി. അവിടെ കൊണ്ടിടുന്ന രോഗികളിൽ ഭൂരിപക്ഷവും തിരിച്ചു പോകില്ല, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാൻ ആരും വരില്ല. രോഗികൾ എന്ന് മുദ്ര കുത്തി രോഗികളല്ലാത്തവരെ കൊണ്ടാക്കും പലരും അവിടെ. ചിലപ്പോൾ ഇയാളുടെ സ്വത്തൊക്കെ അടിച്ചു മാറ്റാനുള്ള ചെയ്തികളായിരിക്കാം ഇത്. ഒരു നാൾ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു നാട്ടുകാരനെയും കൊണ്ട് ബന്ധുക്കൾ വന്നു. പോസ്റ്റ് കാർഡിൽ എഴുതിയിരുന്നു, അജിക്കുട്ട, ഞങ്ങൾ 17-ാം തീയതി ഓമനക്കുട്ടനെയും കൊണ്ട് വരും, ബസ് സ്റ്റാൻഡിൽ വരുമല്ലോ. ചെന്നു. അവരോടൊപ്പം ഊളംപാറയ്ക്ക് പോയി. അക്കാലത്ത് ആശുപത്രി സൂപ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ബാലകൃഷ്ണനാണ്. അപ്പോൾ ബാലകൃഷ്ണൻ സാറ് ഈ കൊണ്ടുവന്ന രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നു.
ആശുപത്രിയിലെ അറ്റൻഡറുടെയോ നേഴ്സിൻ്റെയോ ഒന്നും വേഷത്തിലല്ല, സിവിൽ വേഷത്തിൽ. ചുമ്മാ അജിത് കുമാർ ചോദിച്ചു, സിസ്റ്ററാണോ? അല്ല, ഞാൻ പേഷ്യൻ്റാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവൾ ഇടുക്കിക്കാരിയാണ്, അവളെ ഒരു അസുഖവുമില്ലാതെ ഭ്രാന്താണ് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിട്ടു. അന്നത്തെ മെൻ്റൽ സാനിറ്ററി നിയമം അനുസരിച്ച് ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയാൽ ആ കൊണ്ടാക്കുന്ന ആൾ തന്നെ തിരിച്ചു വന്നാലേ റിലീസ് ചെയ്ത് വിടുകയുള്ളൂ. അവൾക്കൊരു അസുഖവുമില്ല എന്ന് വീണ്ടും ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞു. ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. 5-6 അസുഖം ഇല്ലാത്ത അസുഖമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഡോക്ടർ ബാലകൃഷ്ണൻ അജന്താലയത്തിന് കാണിച്ചു കൊടുത്തു. ഇതൊരു സ്റ്റോറിയാക്കി എഴുതി അക്കാലത്ത് വലിയ പ്രശസ്തമായ മംഗളം വാരികയ്ക്ക് അയച്ചു കൊടുത്തു. മംഗളവും മനോരമയായിട്ട് മത്സരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ലക്ഷങ്ങൾ ആര് മുന്നിലെന്നുള്ള. പലപ്പോഴും മംഗളം മുന്നിൽ കയറിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തോ അജന്താലയത്തിന് തോന്നി, ഇതൊരു സ്റ്റോറിയായിട്ട് എഴുതി ചുമ്മാ അയച്ചു കൊടുക്കാം മംഗളത്തിന്. ഞാനും അയച്ചിട്ടുണ്ട്. എൻ്റെ നാട് എന്ന് പറഞ്ഞ് വെള്ളായണിയെക്കുറിച്ച്, വെള്ളായണി കായലൊക്കെ വെച്ചിട്ട്, കാർഷിക കോളേജൊക്കെ വെച്ചിട്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതി മംഗളത്തിൽ ഇതുപോലെ അയച്ചിട്ടുണ്ട്. നേമത്തെ ഒളിമ്പിയ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ചെന്ന് അതിൻ്റെ ഉടമസ്ഥൻ വാസുവണ്ണനോട് വെള്ളായണി കായലിൻ്റെ ഒരു ഫോട്ടോ തരുമോ എന്ന് ചോദിച്ചപ്പം ഇന്നത്തെ പോലെ വാട്സാപ്പോ ഒന്നും ഇല്ലല്ലോ, ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. അദ്ദേഹം പ്രിൻ്റ് അടിച്ചിട്ട് വേസ്റ്റുകളിട്ടിരിക്കുന്ന ഒരു ചതുരത്തിലുള്ള ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ നോക്കി, പ്ലാസ്റ്റിക് പാത്രത്തിൽ നോക്കി ഒരു പടം എടുത്ത് എനിക്ക് തന്നു. അതൊക്കെ അതും കൂടെ ചേർത്താണ് ഞാൻ അയച്ചു കൊടുത്തത് മംഗളത്തിന്. അത് അടിച്ചു വന്നു. അക്കാലത്ത് എനിക്ക് വലിയ പേരായിരുന്നു. ഞാൻ റോഡിൽ പോകുമ്പോഴൊക്കെ പറഞ്ഞു, നോക്കി മംഗളത്തിൽ എഴുതിയ ദിനേശ്. അപ്പോൾ അതുപോലെ എന്തായാലും അയച്ചു കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു മറുപടി വന്നു, ഇത് ഞങ്ങൾ പരമ്പരയായി പ്രസിദ്ധീകരിക്കുന്നു. ആ പരമ്പര മംഗളത്തിന് ഹിറ്റായി മാറി. അതിൻ്റെ ടൈറ്റിൽ ആർക്കും വേണ്ടാത്തവർ എന്നായിരുന്നു. ആർക്കും വേണ്ടാത്തവർ. ലേഖകനെ അഭിനന്ദിച്ചു വരുന്ന കത്തുകൾ ദിനം പ്രതി ഒരു 500-600 കത്തുകൾ കാണും. മംഗളത്തിൽ നിന്നും അതൊരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കി. അന്ന് മംഗളത്തിന് കോട്ടയത്ത് മാത്രമേ പ്രിൻറ്റിംഗ് ഉള്ളൂ, ഇവിടെ തിരുവനന്തപുരത്ത് എഡിഷൻ ഇല്ല. അപ്പോൾ അവിടുന്ന് നേരത്തെ ദിനപത്രം അടിച്ച് വണ്ടി കയറ്റി വിടുമ്പോൾ അതിൻ്റെ കൂടെ ഈ കാർഡ്ബോർഡ് പെട്ടിയും കയറ്റി വിടും. തിരുവനന്തപുരത്ത് ഓഫീസിലെത്തിക്കും, അവിടുന്ന് അജന്താലയത്തിനെ ഏൽപ്പിക്കും ഈ കത്തുകൾ. ഈ ഹിറ്റ് പരമ്പര എഴുതിയതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ആകണം മംഗളം ഉടമ വർഗീസ് സാറ് ആവശ്യപ്പെട്ടു, നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന്. 21 വയസ്സുള്ള നരുന്ത് പോലിരിക്കുന്ന ഒരു പയ്യനാണ് അന്ന് അജന്താലയം. തന്നെ അവർ കാണണ്ട, നാണക്കേടാണ് എന്ന് അജന്താലയത്തിന് തോന്നി. ഇപ്പോൾ ഉള്ള വില പോവും. കാരണം ഇങ്ങനെ ഒരു പരമ്പര എഴുതി നല്ല പേരിൽ നിൽക്കുമ്പോൾ ഞാൻ ചെന്ന് അയ്യ ഈ ഞാഞ്ഞൂലാണോ എന്ന് ചോദിക്കുന്നത് മോശമല്ലേ, അതുകൊണ്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു. പോയില്ല. ആ വർഷം മംഗളം സാഹിത്യകാരന്മാരുടെ ഒരു സമ്മേളനം കോട്ടയത്ത് വെച്ചു. അതിനും ക്ഷണിച്ചു. ആർക്കും വേണ്ടാത്തവർ എഴുതിയ പയ്യനെ ആ സദസ്സിൽ 5 പ്രാവശ്യമാണ് എണീപ്പിച്ച് നിർത്തിയത്. കാരണം ഈ പരമ്പര എഴുതിയ 21കാരനെ പരിചയപ്പെടുത്താം എന്ന് പറയുമ്പോൾ എന്തായാലും എണീറ്റിരിക്കും. അപ്പോൾ അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സാഹിത്യകാരന്മാരും തിരിഞ്ഞു നോക്കും ഇതെഴുതിയ പയ്യനെ. മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും ക്രമേണ അജന്താലയം എഴുതാൻ തുടങ്ങി. ആർക്കും വേണ്ടാത്തവർ എഴുതിയ പയ്യനല്ലേ. മനോരമ സ്വാഭാവികമായും ഈ പുതിയ പേര് ശ്രദ്ധിക്കും. കാരണം മനോരമയും മംഗളമായിട്ടല്ലേ മത്സരം നടക്കുന്നത്. അപ്പം മംഗളത്തിൻ്റെ സ്പൈ മനോരമയിലുണ്ട്, മനോരമയുടെ സ്പൈ മംഗളത്തിലുണ്ട്. അപ്പം ഇങ്ങനൊരു പയ്യൻ എഴുതിയ പരമ്പര ആർക്കും വേണ്ടാത്തവർ വലിയ ഹിറ്റായി എന്നുള്ളത് മനോരമയ്ക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവരന്വേഷിക്കും. അവർ മനോരമ വാരികയിൽ എഴുതാൻ അജന്താലയത്തിനോട് പറഞ്ഞു. ഇത് മംഗളം വർഗീസ് അറിഞ്ഞു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭാവിയിൽ മംഗളത്തിൻ്റെ ദിനപത്രം തുടങ്ങും, അതിൽ തിരുവനന്തപുരത്തെ ലേഖകനായിട്ട് പ്രവർത്തിക്കാമോ എന്ന് അദ്ദേഹം തിരക്കി. അങ്ങനെ മംഗളവുമായിട്ടുള്ള ബന്ധം അവിടെയാണ് തുടങ്ങുന്നത്. വലിയ വിജയമായി. ഏറ്റവും ചെറിയ റിപ്പോർട്ടറായിട്ട് തുടങ്ങി ആ സ്ഥാപനത്തിൻ്റെ CEO വരെ എത്തുക എന്ന് പറഞ്ഞാൽ അധികമാർക്കും ആ ഭാഗ്യം കിട്ടിയിരിക്കില്ല. സിംഗിൾ കോളത്തിൽ
അജന്താലയം അജിത് കുമാർ എന്ന് എഴുതാനാവില്ലല്ലോ, വലിയ നീളമുള്ള പേരല്ലേ, 2 വരിയാക്കേണ്ടി വരും. അങ്ങനെ വീട്ടുപേര് ഉപേക്ഷിച്ച് കെ അജിത് കുമാറായി. പിന്നീട് 2021 ചാനൽ ചർച്ചകളും അഭിമുഖങ്ങളും മടുത്തതിനാൽ അത് അവസാനിപ്പിച്ചു. ഒരുപാട് അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ട് അജന്താലയം. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാർ മുതൽ, അല്ലെങ്കിൽ വെളിയം ഭാർഗവൻ മുതൽ തുടങ്ങി യുവതലമുറയിലെ പൃഥ്വിരാജിനെയും നവ്യ നായരെയും വരെ തുറന്ന മനസ്സോടെ എന്ന ചോദ്യോത്തര പങ്ക്തിയിൽ പരിചയപ്പെടുത്തി, ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചു. ദൂരദർശൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ദൂരദർശൻ്റെ ഇത്തരം ഒരു പ്രോഗ്രാം പുസ്തക രൂപത്തിൽ പകർത്തുന്നത്. 2014 ഡിസംബർ 17 തിങ്കളാഴ്ച തൈക്കാട് PWD റെസ്റ്റ് ഹൗസിൽ വച്ചായിരുന്നു കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ പുസ്തകം പ്രകാശനം നടത്തിയത്. ഇന്നത്തെ CPM ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. പ്രഭാത് ബുക്സാണ് പുസ്തകം റിലീസ് ചെയ്തത്. ആ ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. 190 രൂപ വിലയുള്ള പുസ്തകം അജന്താലയം സ്വന്തം കയ്യൊപ്പിട്ട് ഒരു കോപ്പി എനിക്കും തന്നിരുന്നു. അത് ഈ കാർഡ് കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഓർക്കണേ. 2014 ചടങ്ങിൻ്റെ ക്ഷണക്കത്ത് എൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്തെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നു എന്ന്. ഇന്നിവിടെ പറയുന്നത് അജന്താലയം അജിത് കുമാർ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരിൽ മലയാളത്തിൻ്റെ മഹാനടൻ തിലകനുമായി അജന്താലയം നടത്തിയ അഭിമുഖമാണ്. ഞാൻ അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. 2014 ഈ പുസ്തകം പുറത്തു വരുന്നു. പുസ്തകം പുറത്തു വരുന്നതിനും 2 വർഷം മുമ്പ് 2012 സെപ്റ്റംബർ 24 77ാമത്തെ വയസ്സിൽ തിലകൻ ചേട്ടൻ ഈ ലോകം വിട്ടുപോയി. അതിനാൽ തന്നെ ഈ അഭിമുഖത്തിലെ ചില ചോദ്യങ്ങൾ ഇന്ന് അപ്രസക്തമായി തോന്നാം. പക്ഷേ ഒരു വരിയും എഡിറ്റ് ചെയ്യാതെയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതെന്തായാലും ആദ്യം ചോദിച്ച ചോദ്യം, താരസംഘടനയായ അമ്മയുമായുള്ള പ്രശ്നം അവസാനിച്ചോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയല്ലേ. ഇനി മറ്റു കുറേ ആൾക്കാർ അമ്മയിൽ ഉണ്ട്. അവരെ സംബന്ധിച്ച് വലിയ താമസമില്ലാതെ അവസാനിക്കും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ആ നിരീക്ഷണം പാളിപ്പോയി. അമ്മയുടെ അവസാനം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ അവസാനമാണ്. മക്കളില്ലെങ്കിൽ പിന്നെ അമ്മ എന്തിനാണ്? ആരുടെ അമ്മയാണ്? മലയാളത്തെ അല്ലെങ്കിൽ മക്കളെ ദ്രോഹിക്കുന്ന അമ്മ എന്തിനാണ്? ഒരു മഹാൻ എവിടെയോ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മൾ സുഖസൗകര്യങ്ങളും വരുമാനങ്ങളും തിരക്കി ലോകത്തിലേക്ക് ഇറങ്ങും. അതെങ്ങും കിട്ടാതെ നമ്മൾ തിരിച്ചു വരുന്നു നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ. ഒരു മനുഷ്യനായിരുന്ന ഞാൻ 1995 അമ്മയിലെ അംഗമായിപ്പോയി. അതിനു മുമ്പും ഞാൻ അഭിനയിച്ചിരുന്നു. ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ വീണ്ടും മനുഷ്യരുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു. അമ്മയുടെ പേര് മാറ്റണമെന്ന് സുകുമാർ അഴിക്കോട് ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായും അമ്മയുടെ പേര് രണ്ടാനമ്മ എന്നാക്കണം. ഞാനിതുവരെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടേയില്ല. ഇപ്പം ഞാൻ പറയും. അമ്മയിൽ 2 നീതിയാണോ? അമ്മയ്ക്ക് 2 നീതിയാണ്. ഒരു ചെറിയ സൂപ്പർ താരം 40 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പടത്തിൽ അഭിനയിക്കില്ല എന്നും ഡയറക്ടറെ മാറ്റണമെന്നും പറഞ്ഞു. പേര് ഞാൻ പറയുന്നില്ല. ഡയറക്ടറെ മാറ്റിയാൽ നോക്കാം, അല്ലെങ്കിൽ അയാൾ ഒരു ഹിറ്റ് ചെയ്തിട്ട് വരട്ടെ എന്നാണ് ഈ സൂപ്പർ താരം പറഞ്ഞത്. ഈ നടന് എന്ത് അവകാശമാണിത് പറയാൻ? ഡയറക്ടർ പറയുന്നതേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നെ ഡയറക്ടർ ചെയ്തിട്ടുള്ള പലരും ചേട്ടൻ ചെയ്യുന്നത് കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത ശേഷം ചോദിച്ചിട്ടുണ്ട്, തൃപ്തിയായോ? ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡയറക്ടർമാർക്ക് ഇടപെടാം. ഈ പറഞ്ഞ ഡയറക്ടർ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി നടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ നടൻ
അവിടെ കിടന്ന കസേരയിൽ കാലെടുത്ത് വെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്, ഡയറക്ടർ ഇരിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഡയറക്ടർക്ക് പുല്ല് വിലയാണ്. ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ ഡയറക്ടർമാരെ പുല്ല് പോലെയാണ് കാണുന്നത്. നന്ദി, നമസ്കാരം.